വിഷയം രാഹുൽ എത്തിയതിനെ കുറിച്ചാണ്. സ്വന്തം മണ്ഡലത്തെ അനിയത്തിയുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ടത്. ഇതുവരെ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന് ഭരിച്ചു സുഖിച്ച ബിജെപിക്ക് രാഹുൽ പ്രതിപക്ഷ നേതാവായതോടെ കൈയൊന്നു പൊള്ളി. വോട്ട് ചോരിയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് രാഹുൽ ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞു. മൂന്നാം ഘട്ടം ബോംബ് പൊട്ടുമെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ട് ചോരിയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അത് പൊട്ടിത്തെറിക്കുന്നതിലൂടെ എല്ലാം വെളിപ്പെടുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും വിമർശനവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വന്നത്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നൽകുന്നില്ല. കർണാടക CIDക്ക് ജ്ഞാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല. വോട്ട് ചോരി നടത്തിയാണ് മോദി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് ഇന്ത്യയിൽ ഒരാൾക്കും സംശയമില്ല. വോട്ട് ചോരിയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ ഉണ്ടാകുമെന്നും അതിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും രാഹുൽ പറയുകയാണ്. കൃത്യമായ തെളിവുകളാണ് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. വോട്ട് ചോരി നടത്തുവാൻ ഉപയോഗിച്ച ഫോൺ നമ്പറുകളുടെ വിവരങ്ങളാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. വാരണാസിയെക്കുറിച്ചാണോ വെളിപ്പെടുത്തൽ എന്ന ചോദ്യത്തിന് എന്താണ് പുറത്തു വരാനുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഹൈഡ്രജൻ ബോംബല്ല, അത് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം വോട്ട് കൊള്ളയ്ക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. 101% തെളിവുകളോടെ വോട്ട് കൊള്ള നടന്നതായിട്ടായിരുന്നു വ്യക്തമാക്കിയത്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്നും വോട്ട് നഷ്ടപ്പെട്ടവരെ തന്നെ വേദിയിൽ എത്തിച്ചും അദ്ദേഹം തെളിവുകൾ മുന്നോട്ട് വെച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലത്തിൽ 6850 വ്യാജ വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അലന്തിൽ മണ്ഡലത്തിൽ ഒഴിവാക്കലും രാജൂരിൽ കൂട്ടിച്ചേർക്കലുമാണ് നടന്നത്. പല പേരുകളിലും നമ്പറുകളിലുമായി വ്യാജ വോട്ടുകൾ ചേർത്തതായിട്ടും വ്യക്തമായ തെളിവുകളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. കമ്മീഷൻ തന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നില്ല. എനിക്ക് പ്രതിബദ്ധത ജനങ്ങളോടാണ്. ഭരണഘടനയെ ഉയർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് പിന്നിൽ ആർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ടെന്ന തെളിവുകളോടെ ഉടൻ പുറത്തുവിടും. ഉടൻ തന്നെ ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്നായിരുന്നു രാഹുൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതൊന്നുകൂടി കേരളത്തിൽ വന്ന് ഊട്ടിയുറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലിലേക്ക് പോകാം. There is a rethink about from the GEC. See, the thing is that what we have presented yesterday, when we did the press conference, is black and white proof. Right? There is a CID investigation going on in Karnataka, and the CID has specifically asked for information on the phone numbers that have been used to do this vote. Ganesh Kumar is the CEC. The CEC is not giving the information that the Karnataka CID is asking for. There can be no bigger indictment of the CEC than this. Right? The police is asking for information and the Election Commission of India is not giving it. And this is not my statement. This is a fact. It's black and white. You can see that the CID has written letters after letter after letter to the Election Commission. So it's very clear. Look, we have shown it in Madhepura. We've shown it in Anand. We're going to show it in such a way that there will be nobody in India who will have any doubt that Narendra Modi ji has done vote chori and won the election. Thank you. Okay, there are some rumors that you are revealing about Prime Minister's constituency also. We are going to reveal, I've said already, a hydrogen bomb that is going to devastate completely the reality of the situation. Because it is, we have open and shut proof on what we have said. We are not, you have seen my first press conference, you've seen my second press conference. We have black and white proof. I'm not saying anything without proof. And we have 100% proof of a number of things that have happened that are going to come out. Is it something about Varanasi? That is for you to guess. That is for you to speculate. I will do my job. I will deliver on my job. Thank you. What's your take on